സുനിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയശേഷം പരാജയങ്ങളൊക്കെ ഇരു പാർട്ടികളും CPM-ഉം CPM ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തിരുത്തൽ വേണമെന്ന് രണ്ട് പാർട്ടിക്കകത്തും അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ പോര് ഒരു തിരുത്തുമായി ബന്ധപ്പെട്ടാണെന്നാണ് CPI പറയുന്നത്. പോരിപ്പോൾ മൂർച്ഛിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി ജേസൺ ചാമോളപ്പിൻ്റെ ചോദ്യത്തിനാണ് ഈ തീർത്തു പറഞ്ഞുള്ളൊരു മറുപടി നൽകിയത്. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഡി രാജയുടെ പ്രതികരണം വരും. CPI ഏതായാലും ഈ ഉപനേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമായി പിടിമുറുക്കുന്നുണ്ട്. ഇതേ ചൊല്ലിയുള്ള തർക്കം രണ്ട് പാർട്ടികൾക്കിടയിലും മുന്നണിയിലുമൊക്കെ തന്നെ ശക്തമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇക്കാര്യത്തിലൊരു ക്ലിയർ മെസ്സേജ് നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മറുപടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലുണ്ടാകുന്നത്. അതായത് CPIക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല, നൽകാൻ പോകുന്നില്ല. അത് ക്ലിയർ മെസ്സേജാണ്. അങ്ങനെ ഒരു നേതാവ് വരുന്നുണ്ടെങ്കിൽ ആ നേതാവ് CPM കാരനായിരിക്കും എന്ന് പിണറായി വിജയൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേര് നൽകേണ്ടത് താനാണ്, ആ പേര് നൽകും എന്നുകൂടി പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് പ്രധാനമായി CPI നേതാക്കൾ ഉന്നയിക്കുന്നത്, ഇപ്പോൾ CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞ രീതി ശരിയായില്ല എന്നുള്ളതാണ്. ഈ രീതിയിലാവരുത് പിണറായി വിജയൻ ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നത് എന്നതാണ് ഇന്നിപ്പോൾ ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ബിനോയ് വിശ്വത്തെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് CPI ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് CPM അത് നൽകാൻ തയ്യാറാകാത്തത് എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ട് CPI ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടുന്നു? ക്ലിയറാണ്. കാരണം ഇവിടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടത്. ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ, സമാനതകളില്ലാത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ആലോചിക്കുമ്പോൾ അവിടെ CPIക്ക് കൂടി ഒരു ഇടം നൽകണം എന്ന് CPI ആവശ്യപ്പെടുകയാണ്. അതായത് CPM ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, CPIയെ കൂടി കൂടെ നിർത്തി ഇതൊരു സഖ്യമാണ് എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോകണം എന്നതാണ് CPI പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് CPM അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് നേരത്തെ 2008 CPIയുടെ 11ാം പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിൽ നടന്നു. ആ പാർട്ടി കോൺഗ്രസ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആ പാർട്ടി കോൺഗ്രസ്സിലെ സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് CPIM വലിയേട്ട നയം കാണിക്കുന്നു. CPIയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് CPM ആണ്. അന്ന് ആ സംഘടനാ റിപ്പോർട്ടിൽ CPI എഴുതി വെച്ചതാണ്. ഈ വിമർശനം CPIക്ക് CPMനോട് എല്ലാ കാലത്തുമുണ്ട്. പാർട്ടി പിളർന്നതിന് ശേഷം പിന്നീട് CPI എത്രയോ കാലം കോൺഗ്രസിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനൊപ്പമാണ്. CPIയുടെ മുഖ്യമന്ത്രിമാർ ആ കാലത്ത് സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. പിന്നീട് ബട്ടിണ്ട പാർട്ടി കോൺഗ്രസ്സിലാണ് കോൺഗ്രസിനോടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് CPI ഈ കോൺഗ്രസ് സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു വരാൻ തീരുമാനിക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം ശക്തമായി നിൽക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത്. അന്നു മുതൽ CPIക്കുള്ള പരാതിയാണ് CPM എല്ലാ കാലത്തും വലിയേട്ട നയം സ്വീകരിക്കുന്നു. പക്ഷേ ഒരു കാലത്തും കേരളത്തിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകിക്കൊണ്ടുള്ളൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും CPMൻ്റെ തന്നെയായിരുന്നു. ഉപനേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CPMൽ നിന്ന് തന്നെ വരുന്നൊരു നേതാവായിരിക്കും. ഇപ്പോൾ 2001 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അന്ന് ഉപനേതാവായത് കോടിയേരി ബാലകൃഷ്ണനാണ്. അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ നേതാവ് 2011 VS വീണ്ടും പ്രതിപക്ഷ നേതാവായപ്പോൾ അന്ന് ഉപനേതാവ് സ്ഥാനം ഉണ്ടായിരുന്നില്ല. കോടിയേരി തന്നെയായിരുന്നു. അപ്പോഴും CPIക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഇവിടെ CPI ഇപ്പോൾ ആവശ്യത്തിന് പിടിമുറുക്കുന്നത് CPM വലിയ തകർച്ച നേരിട്ടു. ആ തകർച്ച നേരിട്ട പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ആ ഒരിടം വേണം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നുള്ളൊരു ഇടം വേണം എന്നുള്ളതാണ് CPI പ്രധാനമായും ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഭീഷണി സ്വരം കൂടിയുണ്ട്. അതിലൊരു സഖ്യത്തെ, ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു സംവിധാനത്തെ CPM അംഗീകരിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി അവിടെ CPIക്കുണ്ട്. 2014 നമുക്കറിയാം, അന്ന് RSP അന്ന് ഒരു സീറ്റിന് വേണ്ടിയായിരുന്നു അന്ന് വലിയ തർക്കം. കൊല്ലം സീറ്റിൻ്റെ പേരിലായിരുന്നു. അന്ന് RSPയുടെ ആ ഒരു ഡിമാൻഡ് CPM അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് NK പ്രേമേന്ദ്രൻ നേരെ വിട്ട് UDF പാളത്തിലേക്ക് പോയി കൊല്ലത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച സാഹചര്യമുണ്ടായി. 2016
ഫോർവേഡ് ബ്ലോക്ക് കൂടി ഇടതുപക്ഷത്ത് നിന്ന് മാറി UDF-ലേക്ക് പോയി. RSPക്ക് ആ പോയതുകൊണ്ടൊരു ഗുണമുണ്ടായി. പക്ഷേ ഫോർവേഡ് ബ്ലോക്കിന് പോയതുകൊണ്ട് ദേവരാജന് എന്തെങ്കിലും ഒരു ഗുണം ഇടതുപക്ഷ UDF-ൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വീണ് കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന നിലയിലാണ് CPI ഇപ്പോഴത്തെ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് CPM അത് നൽകാൻ തയ്യാറാകാത്തതെന്ന് ചോദിച്ചാൽ, CPM-ന് കേരളത്തിൽ ശക്തമായി തിരിച്ചു വരിക എന്നൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായെങ്കിലും ഒരു അടുത്ത ഒരു നേതൃനിരയിലേക്ക് CPM-ൽ നിന്ന് തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ഉപനേതാവ് പദവി CPIക്ക് വിട്ടുകൊടുക്കാതെയുള്ളൊരു നിലപാട് ഇപ്പോൾ CPM സ്വീകരിക്കുന്നു. ഒരുപക്ഷെ KN ബാലഗോപാലിനെ പോലെയുള്ള നേതാക്കളെ ഒരുപക്ഷെ ഉപനേതാവായി തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിലേക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ പോകാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ പറഞ്ഞ ആ ഒരു രീതി ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് ഞാൻ പറയും. കാരണം പിണറായി വിജയൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ ഒരു രാഷ്ട്രീയ സഖ്യ സംവിധാനമുണ്ടാകുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പറയാമായിരുന്നു, അത് ഞങ്ങൾ LDF-ൽ ചർച്ച ചെയ്ത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഔദ്യോഗികമായി തീരുമാനമെടുക്കും, അപ്പോൾ നിങ്ങളെ അറിയിക്കാം എന്ന് പറയാമായിരുന്നു. പക്ഷേ അവിടെ പിണറായി വിജയൻ പറഞ്ഞത് അവിടെ ഒരു പേര് കൊടുക്കും, ആ പേര് CPM നേതാവിൻ്റെ ആയിരിക്കും, അത് ഞാനാണല്ലോ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ധാർഷ്ട്യത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സൂചന ഉണ്ട്. അതാണ് ഒരുപക്ഷെ ഇന്ന് രാജയെ പോലുള്ള നേതാക്കളെയൊക്കെ പ്രകോപിപ്പിച്ചത്. ഏതായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷം കേരളത്തിൽ എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത മുന്നണിയാണ്, സഖ്യമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ഈ സഖ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആയിക്കോട്ടെ, അതിന് മുൻപിലുള്ള പാർട്ടി കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടത് സഖ്യം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഘടനാ രാഷ്ട്രീയ തീരുമാനമായിരുന്നു പാർട്ടി കോൺഗ്രസ്സുകളിലേത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇടതുപക്ഷ പാർട്ടികളെ കൂടി കൂടെ നിർത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അവരെ പിണക്കുകയല്ല വേണ്ടത്. നമുക്കറിയാലോ, രാജസ്ഥാനിലെ സിക്കറിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നൊരു ലോക്സഭാ അംഗമുണ്ടായി, MP ഉണ്ടായി, അമ്രാറാമാണ്. അമ്രാറാം ഗഡ്സാനിയിലൊക്കെ തന്നെ വലിയ കർഷക മുന്നേറ്റത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. അപ്പോൾ അമ്രാറാം എങ്ങനെയാണ് അവിടെ വിജയിച്ചത്? രാജസ്ഥാനിൽ കോൺഗ്രസുമായി CPM സഖ്യമുണ്ടാക്കിയപ്പോഴാണ്, ഇടതുപക്ഷം സഖ്യമുണ്ടാക്കിയപ്പോഴാണ്. അവിടെ കോൺഗ്രസിൻ്റെ കൂടി സഹകരണത്തിലാണ് അവിടെ അമ്രാറാം വിജയിക്കുന്നത്. അവിടെ സിക്കറിലെ പാർട്ടി ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ സിക്കറിലെ പാർട്ടി ഓഫീസിന് മുന്നിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക ഒന്നിച്ച് പറക്കും. അതായത് പാർട്ടി ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റിൽ 2 പതാകയുണ്ടാകും. ആ 2 പതാക, ഒന്ന് CPM-ൻ്റെ ആണെങ്കിൽ രണ്ടാമത്തെ പതാക കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ അവിടെ ഒരു സഹകരണമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമാണ്. ദേശീയ തലത്തിൽ BJP-യാണ് മുഖ്യ ശത്രുവെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് ആണ്, ഒപ്പം BJP-യുമാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ നേരിടുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷവും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. CPM-ന് എപ്പോഴും ഒരു അപ്രഹാൻ ഉണ്ടെങ്കിൽ പോലും അവിടെ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളെയും കൂടെ നിർത്തി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം CPM-നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും ആ ഒരു സംവിധാനത്തിന് ഗുണകരമാകില്ല എന്നാണ് എൻ്റെ നിലപാട്. നേരത്തെ RSP പോയതുപോലെ, ഫോർവേഡ് ബ്ലോക്ക് പോയതുപോലെ CPI കൂടി ഈ ഒരു മുന്നണിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഗുണകരമല്ല എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ ഒരു പോര് മുറുകുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പോര് മുറുകുന്നു എന്നതാണ്. ഇപ്പോഴത്തെ വീഴ്ചയുടെ സാഹചര്യത്തിലാണ് CPI നിലപാട് കടുപ്പിക്കുന്നത്. Meet the editors.